അയ്യേ, നമ്മുടെ മൃണാളല്ലേ ഇത് തുപ്പലും തൊട്ട് ക്യാമറ ഉടച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ഹൈജീനിനെ കുറിച്ചൊക്കെ ഇത്രമാത്രം ഘോരം പ്രസംഗിക്കുന്ന താങ്കൾ എന്താണ് ഈ തുപ്പലം തൊട്ടൊക്കെ ക്യാമറ ഉടക്കുന്നത്? ഒരു തുണി എങ്ങാനും എടുത്ത് ഉടച്ചാൽ പോരെ? പിന്നെ സ്വന്തം ക്യാമറയാണ്, നമുക്ക് വല്ലതും പറയാൻ പറ്റും. അയാൾ എന്നാ വെച്ചാൽ കാണിക്കട്ടെ. ഇപ്പൊ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃണാള് ഹോട്ടൽ അടിച്ച് പൂട്ടാൻ പോവാണ്. എന്ത് വന്നാക്കുന്നത്? ആ, മൃണാള് ഹോട്ടൽ അടിച്ച് പൂട്ടാൻ പോവാണ്, അതാണ് വിഷയം. പുള്ളി ഈ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലൈവ് രണ്ടു തവണ ഇരുന്ന് കണ്ടു. 27 മിനിറ്റോളം ലൈവാണ്. അപ്പൊ അതിൽ ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇയാൾ ഇടക്കിടക്ക് വന്നിട്ട് ഇജാതി ഓരോ വെട്ടലത്തരങ്ങൾ കാണിക്കുകയും ചെയ്യും. ഈ പുള്ളിയുടെ ലൈവിന്റെ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇത്രയും ചീത്ത പേര് വരത്തില്ല. കാരണം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ലൈവിലൊന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് ഇയാൾ മൊത്തം കോളാക്കി വെക്കുന്നത്. ഇയാൾക്ക് ഇത് ആര് കൊടുത്ത സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആര് കൊടുത്ത ഐഡിയ എന്ന് എനിക്കറിയില്ല. ഇത്തവണത്തെ ലൈവ് എന്തായാലും ഫുൾ റീച്ച് ആയിട്ടുണ്ട്. കാണിച്ചു തരാം, ചിരിക്കാനുള്ള ഭാഗ്യമുണ്ടേ. അപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം. അതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്നെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടതായിട്ടോ ഒന്നും എനിക്കങ്ങനെ കാര്യമായിട്ട് അറിയില്ല. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന്, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, അത് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവർ കുറേ പേരുണ്ടല്ലോ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ. എന്നിട്ട് വേണ്ടപ്പെട്ടവര് പറഞ്ഞു തന്നാ പറ്റിയ മണ്ടത്തരങ്ങൾ എന്താന്നുള്ളത് പറഞ്ഞു തന്നില്ലാലേ? അവരാരെങ്കിലും പറഞ്ഞിട്ടാണ് ഈ ലൈവ് ചെയ്ത്? അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ആളാ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യലായിരിക്കും നല്ലത്. കാര്യം ഈ ഒരു ലൈവോടുകൂടി നിങ്ങളുടെ വില വീണ്ടും താന്നിട്ടുണ്ട്. അല്ല, ഈ ലൈവിൽ ഉടനീളം പറയുന്നുണ്ട് ഹോട്ടൽ തുടങ്ങിയതാണ് പ്രശ്നം. എന്നാ പിന്നെ അടച്ചു പൂട്ടിക്കൂടെ? നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും വന്ന് ഞങ്ങൾ എല്ലാവരും മറ്റേ വ്യൂവേഴ്സ്, ഞാൻ ഇയാളുടെ വീഡിയോ കാണാറില്ല, പണ്ടത്തെ വ്ളോഗുകൾ. ഇപ്പൊ ഒരു കുന്തം കാണാറില്ല, എനിക്ക് താല്പര്യമില്ല, സത്യം കിട്ടും. പണ്ടത്തെ വ്ളോഗുകളൊക്കെ കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഫുഡ് വ്ളോഗ് കാര്യങ്ങളെല്ലാം. കാര്യം ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫുഡ് റിവ്യൂ ഇത് റിലേറ്റഡ് ആയിട്ടാണ് മൃണാളിനെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നത്. സോ അതിന്റെ പേരിൽ അയാൾ ഇങ്ങനത്തെ ഒരു സാധനം തുടങ്ങുമ്പോൾ എല്ലാവർക്കും വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പുള്ളി തന്നെ ഈ ലൈവിൽ പറയുന്നത് നമുക്കത് കണ്ടറിയാം എന്താണെങ്കിലും. അപ്പൊ പുള്ളി ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വരുന്നത് റെസ്റ്റോറന്റ് പരിപാടിയായിട്ട് പുള്ളി മുമ്പോട്ട് പോയപ്പോ തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം വന്നത്. അതിന് മുമ്പ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആരാ പറഞ്ഞത് നിങ്ങൾ അതിന് മുമ്പ് കുഴപ്പമില്ലായിരുന്നു? നിങ്ങൾ ഈ വ്ളോഗായിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ എന്തോരം കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. എത്രയോ വീഡിയോ ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇൻസ്റ്റയിലായിരുന്നു കൂടുതൽ ആക്റ്റീവ്, യൂട്യൂബിലേക്കൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ലോങ് വീഡിയോ അതിന്റെ അകത്ത് ഞാൻ ഇട്ടേനെ. എനിക്ക് തോന്നി ഞാൻ ഇൻസ്റ്റയിൽ എവിടെ ഇട്ടെന്ന് എന്തെങ്കിലും ആവട്ടെ, പണ്ട് 1.5 വർഷം മുമ്പുള്ളായിരിക്കും സീനായിരിക്കുള്ളൂ. എനിവേ, അണ്ണം പറ. മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. ഒരു സാധാരണ കുടുംബത്തിൻ്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിൻ്റെ വരുമാനം ചിലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചിലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞ എടപ്പള്ളി കൊണ്ടുവന്ന് ഹോട്ടൽ തുടങ്ങാൻ, നമ്മൾ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മറ്റേ എത്രയും വർഷങ്ങളുടെ വരുമാനമുള്ള കുടുംബത്തിന്റെ വരുമാനങ്ങൾ മൊത്തം എടുത്തിട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ തുടങ്ങാൻ നമ്മൾ വല്ലതും പറഞ്ഞാൽ, ഇവിടെ എത്രയോ ഹോട്ടലുകൾ തുടങ്ങുന്നു, പൂട്ടുന്നു, സക്സസ് ആയിട്ട് പോകുന്നു. ഇവരെല്ലാരും താങ്കളുടെ ഇതേ പരിപാടിയായിട്ട് തന്നെയാണ് പോകുന്നത്. ഇത് എന്റെ ഇവിടെ തൊട്ടടുത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ച കൊണ്ട് ഒരു ഹോട്ടൽ സെറ്റായി, ശരണോപനാന്ന് തോന്നുന്നു, ഐ തിങ്ക്. ഇത്ര വലിയ ഹൈടെക് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനും മറ്റേതൊന്നും വെച്ചിട്ടൊന്നുമല്ല. അവരെ ബ്രാൻഡിനോടുള്ള ട്രസ്റ്റ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ ഹോട്ടൽ തുടങ്ങിയ സക്സസ് ആവുകയും ചെയ്യും. അത് വേറെ കാര്യം. അല്ല, നിങ്ങൾ എന്തി പറഞ്ഞു ഇത്രയും സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നാട്ടുകാരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞ? എന്റെ പൊന്നളിയാ, ഈ അളിയന്റെ കാര്യം പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല ഇവോടുകൂടി നിങ്ങളെ. കാരണം ഇതുപോലെ വന്നിരുന്നു സ്വയം വില കളയാൻ പറ്റുന്ന ഒരു ബ്ലോഗറെ ഞാൻ വേറെ കണ്ടിട്ടില്ല, സത്യം. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നത് മേ ബി ഇപ്പം ഞാൻ ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട് ഞാൻ കുറച്ച് നേരത്തെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറയാ, മൃണാളെ നീ മണ്ടനാടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ താനിത് കണ്ടുകൊണ്ട് നിന്ന ആളല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാ ഞാനും മണ്ടനാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറെ പോലും ചതിച്ചു, പറ്റിച്ചു, വഞ്ചിക്കപ്പെട്ടു എന്ന് അയാൾ എന്നെ പറഞ്ഞു നോക്കുക. ഇനി ആരെങ്കിലും ഇങ്ങനെ കൂടെ വിശ്വസിച്ചിട്ട് ഒരു ബിസിനസ്സിന് കൂടും അല്ലെങ്കിൽ കൂടാൻ പറ്റുമോ? നിങ്ങൾ ജനങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് തന്നെ എത്ര പേര്, എനിക്ക് തന്നെ അറിയാവുന്ന കുറെ പേരുണ്ട് യൂറോപ്പിലും മറ്റൊക്കെ ഹോട്ടൽ തുടങ്ങാൻ, നീ ഒന്ന് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അറിയാൻ പാടാത്ത പരിപാടിയാണ്. ഇപ്പൊ ഇയാൾ ഇതിൽ കൂടി തെളിയിച്ചത് ഇയാൾക്ക് ഈ പരിപാടി പറ്റൂല എന്ന് ഇയാൾ തന്നെ പറഞ്ഞു വെച്ചേക്കാം. കൂടെ നിന്ന് പാർട്ട്നേഴ്സ് വരെ ഇയാൾ മണ്ടനാന്ന് വിളിച്ചെന്ന്.
എടോ എന്തൊരു മനുഷ്യനാടോ ഇത്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ ലൈവിൽ ശ്രദ്ധിച്ചു. ഇയാള് മണ്ടനാണ്, പൊട്ടിപ്പോയി, മറ്റേതാണ്, ബിസിനസ് പൂഞ്ചിപ്പോയി, റെസ്റ്റോറന്റ് ഇതാണ്, മറ്റേതാണ്, മറിച്ചാന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തില് ഇയാൾ ചെയ്തു വെച്ച ഈ കുറുക്കൻ, ഈ കള്ളക്കുറുക്കൻ ചെയ്തു വെച്ച ഒരു പരിപാടി, കള്ളക്കുറുക്കൻ എന്ന് പറയാൻ മോശമായിട്ടല്ലോട്ട് ഉദ്ദേശിച്ചത്, കാഞ്ഞ ബുദ്ധിയാ. ആ ബുദ്ധി വെച്ച് ഇവിടെ വർക്കായില്ല എന്നുള്ളൂ. ഇയാൾ ചെയ്തു വെച്ചൊരു പരിപാടി എന്താ പറയുക, ഇതിന്റെ ഇടയിൽ കൂടി ഒക്കെ ഇയാൾ പ്രൊമോഷൻ വെക്കുന്നുണ്ട്. നല്ല ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നു, നല്ല വാട്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, എന്നിട്ടും കുറ്റം. ഞാൻ പൂട്ടുകയാണ്, ഞാൻ നിർത്തുകയാണ്, ഞാൻ മണ്ടൻ. ഇതാണ് ഇയാൾ പറഞ്ഞു നോക്കണേ. ഞാൻ മണ്ടൻ, ഞാൻ മണ്ടൻ, ഞാൻ മണ്ടൻ എന്നുള്ളത് ഒരു 10-20 തവണയെങ്കിലും ഈ ലൈവിൽ മൊത്തം പുള്ളി പറയണ്ട. അതിന്റെ ഇടയിൽ എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത് പ്രൊമോഷൻസാ. അതായത് ഞാൻ ഇന്നതാണ് ചെയ്യുന്നത്, ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ. കാര്യം പല പരിപാടിയും പുള്ളി നോക്കി. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. പുള്ളി ചാരിറ്റി ടോൺ ഒന്ന് പിടിച്ചു നോക്കി. അതായത് വഴിയിലിരിക്കുന്നവർക്കും മറ്റും ഒക്കെ ആയിട്ട് ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കി. ഏച്ചിയില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ്, അവിടെ വന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുന്നുള്ള സെറ്റപ്പ് ഒക്കെ ഇറക്കി. അതും വലിയ കാര്യമായിട്ട് ഏച്ചിയില്ല. കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ഹോട്ടലുകളിലും ഇതുപോലെ ഒരാളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കാശില്ല, ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡ് കൊടുക്കും. ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലുകളും അത് അങ്ങനെയാണ്. ഒരു മര്യാദയുടെ പുറത്തൊക്കെ ആൾക്കാർ ചെയ്തു പോകുന്ന കാര്യമാണത്. വല്ല 5 സ്റ്റാർ ഹോട്ടലിന്റെ കാര്യമൊന്നുമല്ല നമ്മൾ സാധാരണ ഈ മൃണാളിനെയൊക്കെ പോലെ തന്നെയാലും ചുറ്റുവട്ടത്തുള്ള എല്ലാ ഹോട്ടലുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തിട്ട് പരസ്യം ചെയ്തു വെച്ച് ഒരു 19 ആൾക്കാർ ഡെയിലി ഫുഡ് തരുമെന്നും പറഞ്ഞിട്ട് കാശില്ല എന്ന് പറയുന്നതിന് ഇയാൾക്ക് മുതലാവും. ഇയാള് ഇതുകൊണ്ടാണ് ഇയാൾ തന്നെ സ്വയം പറഞ്ഞത് ഇയാൾ മണ്ടനാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ പരിപാടി, ഇതെല്ലാം 3G ആയി, ഒന്നും നടക്കുന്നില്ല. ഇയാള് ബേസിക്കലി ഇയാൾക്ക് സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ കയ്യിൽ കുറെ ഐഡിയാസ് ഉണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്ത രീതി മൊത്തം കോളമായി പോയി. ഒന്നും സക്സസ് ആയിട്ടില്ല, സത്യം പറയാല. ഇനി ഞാൻ വേറൊരു മെയിൻ സംഭവത്തിലേക്ക് വരുന്നുണ്ട്. കാര്യം ഇയാളെ പോർട്രേറ്റ് ചെയ്ത് വെച്ചാൽ ഏത് രീതിക്കാണ്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ ഒരു കാര്യം പറയാം. അതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. പുള്ളിനെ കൊണ്ട് പറഞ്ഞിട്ടുള്ള പരിപാടി അല്ല ഇതൊന്നും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC മേടിച്ച റെസ്റ്റോറന്റിന് ആരാ മേടിക്കുന്നുള്ളത്? അങ്ങനെ അത് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗ്രീസ് ട്രാപ്പ് പോലും വെക്കാത്ത അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു. എന്റെ പൊന്നു മൃണാളെ, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും നിങ്ങൾ നടത്തുന്ന ഹോട്ടലിലെ രീതികൾ, കാര്യങ്ങൾ, ഭക്ഷണത്തിന് എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സംസാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആൾക്കാർ കുറ്റം പറയും. അല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് നിങ്ങൾ ഈ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ കാര്യത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആൾക്കാർ കുറ്റം പറയും. നിങ്ങളുടെ വേ ഓഫ് പ്രൊമോഷൻ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഓഫ് കോഴ്സ് ഞങ്ങളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ അതിനൊക്കെ റിയാക്ട് ചെയ്യും. ഇവിടെ എത്ര ആയിരം ഹോട്ടലുകൾ തുടങ്ങുന്നത്, എല്ലാവർക്കും ഇതേ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളിലേക്ക് നിൽക്കുന്നവർ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് എന്നും പ്രശ്നം തന്നെയാണ്. അല്ലാത്തവരൊക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ NOC, ഇവിടെ റോട്ടിൽ ഒരു തട്ടുകട തുടങ്ങണമെങ്കിൽ വേണം. ഇപ്പൊ പഞ്ചായത്തിന്റെ മറ്റേ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ആ ഇതിന് താങ്കൾ NOC ഇടുന്ന ആവശ്യമില്ലാന്ന്. ഇയാൾക്ക് ഇത്രയും ബോധമുള്ളൂ ഞാൻ ആലോചിക്കണേ. ഇന്നത്തെ കാലത്ത് ഒരു ഹോട്ടൽ, റെസ്റ്റോറന്റ് സാധനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഫ്രീക്വന്റ്ലി ചെക്കിങ്ങുകളുണ്ട്, പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂസ് റീസെന്റ് തന്നെ നടന്നിട്ടുണ്ട്. ഞാൻ ഹോട്ടലിന്റെ പേരെടുത്ത് പറയുന്നില്ല. സോ അവരും അത്രയും അലേർട്ടാണ്. സോ അത്രയും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഒരു ഹോട്ടൽ ഇന്നത്തെ കാലത്ത് തുടങ്ങാൻ പറ്റുള്ളൂ ഒരാൾക്ക്. ഫൈൻ. ഇയാൾ വന്നിരുന്നിട്ട് പറയുന്ന വർത്താനം, ഇതിനൊക്കെ എന്തിനാ ഞാൻ കാശ് മുടക്കി, ഇത് ഒരു ആവശ്യമില്ലായിരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുത്തി കലക്കി കൊടുത്താൽ ഇയാളെ എന്തെങ്കിലും കുത്തി കലക്കി കൊടുക്കാൻ വേണ്ടിയാണോ തന്റെ പേര് മൃണാൾ ബ്ലോഗ് എന്ന് പറഞ്ഞ സാധനം ആൾക്കാരെ ട്രസ്റ്റ് ചെയ്ത് ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ, യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിൽ താങ്കൾ ഉണ്ടാക്കി വെച്ചൊരു സാധനമുണ്ട്, ഒരു പ്രൊഫൈല്. അതുകൊണ്ട് മാത്രമോ ആ ഒരു പേര്, അത് തന്നെ ഹംഗ്രി മൃണാൾ എന്നുള്ള പേര് വന്നതിന്റെ പേരിൽ മാത്രമേ ആൾക്കാർ ഉൾപ്പെടെ അങ്ങോട്ട് കയറാൻ വന്നത് പോലും. അല്ലാണ്ട് താങ്കൾ വല്ല വേറെ വല്ല പേരെങ്ങാനും വെച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലെ പറ്റില്ല, അത് അറിയില്ല. ആ പേരിനോടുള്ള ട്രസ്റ്റ് തുടക്കം പോലെ റെസ്റ്റോറന്റ് തുടങ്ങിയ കാലം തൊട്ട് താങ്കൾ തന്നെ നശിപ്പിച്ച് കൊണ്ടുവന്ന് ഈ കോലത്തിലാക്കി വെച്ച് അവസാനം ഇപ്പൊ ഇങ്ങനെ ഒരു ലൈവ് വരേണ്ട ഒരു അവസ്ഥ വന്നു. എനിക്കറിയില്ല. ഞങ്ങളിപ്പോ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നു. ചോറും സാമ്പാറോ ഒഴിച്ചുകറി എന്താന്ന് വെച്ചാൽ അത് കൂട്ട്, തോരൻ, അച്ചാറ്, പപ്പടം എല്ലാം അൺലിമിറ്റഡ് ആയിട്ട്, ചോറും കറികളും എല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള മീൽസ് 39 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ. പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അതിവിടെ കാനഡയിലായാലും അതെ, നാട്ടിലായാലും അതെ. ഈ വെള്ളപ്പൊക്കവും ഒക്കെ അതിൻ്റെ മോളിൽ കൂടിയിട്ടാണ്. അതായത് ഗതികെട്ടോ മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ വരുന്നത്. നാട്ടുകാർ അവർ പൈസ ഇല്ലാതെ ഞാനടക്കം നിങ്ങളടക്കം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. ആ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നതിനെതിരെയുള്ള പ്രചരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്ശേ, ന്റെ മോനെ, ഇതിപ്പോ ഇയാളുടെ വർത്താനം കേട്ട് ഇയാൾ മുടിഞ്ഞ് നാറാണക്കല്ല് എടുത്തല്ല. ഏഹ്
ഇത് മറ്റേ തലമുട്ടടിച്ചപ്പോ പാറക്കല്ല് വീണുന്ന അവസ്ഥയാണ്. കല്ലല്ല, പാറക്കല്ല് മഴ പെയ്ത അവസ്ഥയാണ് മൃണാലിന് ഇപ്പൊ. 39 രൂപ ആ 39 രൂപ പുള്ളി ഊണ് കൊടുക്കണ്ടെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് അറിയിക്കണം എല്ലാരും. അതൊന്നും അറിയിച്ചതാണ് കണ്ടത്. അതിൽ കൂടി അതും കുറ്റമാണ് ആൾക്കാർ കുറ്റം പറഞ്ഞത്. ആരടി കുറ്റം പറഞ്ഞ 39 രൂപക്ക് ഫുഡ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരാൾ കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമില്ലേ? ആ ചെറിയൊരു എമൗണ്ടിന് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, ആൾക്കാർക്ക് എല്ലാവർക്കും കഴിക്കാം. ഇന്നത്തെ കാലത്തൊന്ന് പുറത്തിറങ്ങി ഒരു മീൽസ് കഴിക്കണമെങ്കിൽ എത്ര രൂപ? സാധാ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാൽ പോലും ആ ശാന്തിയാള് 39 രൂപക്ക് അവിടെ ഫുഡ് കൊടുക്കണ ആര് കുറ്റം പറഞ്ഞത്? ചുമ്മാ വന്നിരുന്ന് പറയാം. അല്ലെങ്കിൽ ഇയാളൊന്ന് കാണിച്ചാ ഇയാളുടെ 39 രൂപയുടെ ഫുഡിനെ കുറ്റം പറഞ്ഞത്. അതായത് ഫുഡ് കൊടുക്കണ എന്തിനാ അതിനും കൂട്ടി കൊടുത്തുകൂടിയെന്ന് പറഞ്ഞത്. അതെ സിയോ എന്റെ ഒത്തര അയാളുടെ ഇഷ്ടമാണ് എത്ര രൂപ അവിടെ സാധനം വിൽക്കണമെന്ന്. ഇതിനെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതും വന്നിരുന്നു ഇവിടെ വന്നിരുന്നു വിടാൻ. എന്തൊരു മനുഷ്യനാണോ ഇത്? ഈ മനുഷ്യൻ തന്നെ ഇടക്കിടയ്ക്ക് ഇതേ കോമഡി പരിപാടിയൊക്കെ ഇട്ട് വാ. ശരിയാണ്, ചെയ്യാൻ പാടില്ല, തെറ്റാണ്, ആബ്സല്യൂട്ട്ലി മൈ ഫോൾട്ട്. എന്നാ പിന്നെ സാധനം അടച്ചു കൂട്ടിപ്പോ ഉള്ള കാര്യം പറഞ്ഞു. പുള്ളിക്ക് തന്നെ മനസ്സിലായി മൊത്തം തെറ്റാണ്. പുള്ളി റെസ്റ്റോറന്റ് പരിപാടി തുടങ്ങിയത് ഫുള്ള് മണ്ടത്തരവന്ന് നിർത്തിപ്പോണം മിസ്റ്റർ. അതല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ സമ്മതിച്ചത് ഫെയിലിയർ ആണ്. നിർത്തിപ്പോക്കൂടെ? ഞാൻ എന്തിനാണ് ഇതിനെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ 50 ലക്ഷം ചിലവാക്കുക, എന്നിട്ട് അതിന് വെള്ളം ഉണ്ടാക്കുക, വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുക, മറ്റേ അത് ചെയ്യുക, ഇത് ചെയ്യുക, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കുക, എന്നിട്ട് സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല വീട് വാടകയ്ക്ക് എടുക്കുക. എന്തിന്? ആ സ്റ്റാഫിന് മതിയല്ല, ഇപ്പൊ സന്തോഷമല്ല, കിട്ടാനുള്ള കിട്ടിയല്ല. എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെച്ചേക്കണത്? ഇതൊക്കെ ചെയ്തത് വെറുതെ ആയിരുന്നു. സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടി അടിപൊളി വീടും സെറ്റപ്പ് ഒക്കെ കൊടുത്ത് അതും വെറുതെ. എന്റെ പൊന്നു മക്കൾ അവിടെ വർക്ക് ചെയ്യണ പിള്ളേരെ അടുത്ത് പറഞ്ഞേ ഇത്രയും നാണം കെട്ടി നിൽക്കണോ? ലൈവിൽ വന്നിരുന്ന ഇയാൾ സ്ക്രിപ്റ്റഡ് ആയിക്കോട്ടെ, എന്നാലും നല്ല മൂഞ്ചിയ സ്ക്രിപ്റ്റ് ആയിപ്പോട്ടെ. വർക്ക് ചെയ്യണ എടേ ഇതിപ്പോ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് അറിയാണ്ടെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വന്ന ആൾക്കാർക്ക് രാത്രിയാകുമ്പോ ഇയാളി അവരാധം കേൾക്കേണ്ട അവസ്ഥയായിരുന്നു. കഴിച്ച ഫുഡ് വരെ വായു പുറത്തു തന്നെ അവസ്ഥ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, ഇത്രയും പണിയെടുത്ത സ്റ്റാഫുകൾക്ക് അവർക്ക് എന്താ കേൾക്കണത്? ഇതൊക്കെ ചെയ്തത് എന്തിനാന്നുള്ളത്. എന്ത് അവസ്ഥയുടെ നിങ്ങളുടെയൊക്കെ? എന്റെ മോനെ ജാതി മനുഷ്യൻ പറ. കൂടെ നന്നായിട്ട് അങ്ങനെ ഉള്ള ആളുകൾ അവർ പല എക്സാമ്പിൾസും എനിക്ക് അയച്ചു തരുന്നുണ്ട്. ആ റെസ്റ്റോറൻറ്റ് കണ്ടോ, അല്ലെങ്കിൽ ഈ കട കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെയൊക്കെയല്ലേ വേണ്ടത്, നീ എന്തിനാണ് ഈ മറ്റേ ഇത്രയധികം പണം ചെലവാക്കി അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്? വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് പറയാൻ പറ്റിയ ഒരു സാധനം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അത് കറക്റ്റ് സാധനമാണ്. അതിന് ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഫ്രണ്ട്സും മറ്റു പലരും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണവരൊക്കെ ഇയാളെ വിളിച്ച് അല്ലെങ്കിൽ ഇയാളെ വിളിച്ചും പറഞ്ഞും കാണിച്ചും കൊടുത്തേക്കുന്നത് അത് കണ്ട, ആ റെസ്റ്റോറന്റ് കണ്ട, ഈ റെസ്റ്റോറന്റ് കണ്ട, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണത്? ഇയാൾ ആദ്യം പോലെ യൂട്യൂബിന്റെ കാലം തൊട്ട് ലൈവിലൊക്കെ വന്നിട്ട് ഇയാൾ പറയണ കേസ് എന്താ? ഇയാൾ റെസ്റ്റോറന്റ് കൺസൾട്ടന്റ് ആണ്, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഇതാക്കാം, റെസ്റ്റോറന്റ് എങ്ങനെ സെറ്റപ്പ് ആക്കാം എന്നുള്ള ഓൺലൈൻ കൺസൾട്ടന്റ് ആണ്, മറ്റേ കൺസൾട്ടന്റ് ആണ്, ലക്ഷങ്ങൾ വാങ്ങുന്ന ആളാണ്. സ്വന്തം ബിസിനസ് നേരെ ഒരു സ്വന്തം റെസ്റ്റോറന്റ് കാര്യം നേരെ ഒരു നോക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണ് അയാൾ തന്നെ വന്നിരുത്തി ലൈവിൽ പറയുന്നത്. മണ്ടത്തരം ചെയ്തു വെച്ചത് അയാളുടെ കൂട്ടുകാരുൾപ്പെടെ അറിയാവുന്നവർ ഉൾപ്പെടെ മറ്റു റെസ്റ്റോറന്റുകൾ ചൂണ്ടിക്കാണിച്ച് അയാളെ കൊടുക്കുന്നത് ഇങ്ങനെയാണ് സാധനം, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? പിന്നെ ഈ എവിടത്തെ റെസ്റ്റോറന്റ് കൺസൾട്ടന്റ് ആണെന്ന് ഞാൻ ആലോചിക്കണേ. അപ്പൊ അതും വെറുതെ ആയിരുന്നു. ഓപ്പൺ കിച്ചൺ ഗ്ലാസ് ഇട്ടതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് 20-30% കൂടുതലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് 2,40,000 ചില്ലറ, എന്തോ 2.5 ലക്ഷം രൂപ എങ്ങനെയാണ് ഒറ്റ റെസ്റ്റോറൻറ്റിൽ. എന്തിന്? അവിടെ കട്ട വെച്ച് ചുമര് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ പോരെ? ഈ ഗ്ലാസ് ഇടുന്ന പൈസയും ആവില്ല. മാസം ഇങ്ങനെ ഇത്രയധികം ഇലക്ട്രിസിറ്റി ബില്ലും കൊടുക്കണ്ട. ഇയാൾക്കുടെ റെസ്റ്റോറന്റിന്റെ ഗ്ലാസിന്റെ അകത്ത് കൂടിയാണ് കറണ്ട് പാസ് ചെയ്യണത്. ഇതിന് മാത്രം കറണ്ട് വരാൻ ഗ്ലാസ് ഇട്ടതിന്റെ പേരിൽ കറണ്ട് കൂടിയിരുന്നു. എന്റെ പൊന്നു പോലെ ഇയാൾ എന്ത് ഉദ്ദേശം എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലോ അല്ലെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും ഇയാളുടെ അടുത്ത് പോയി പറഞ്ഞ ഇത് ഓപ്പൺ കിച്ചൺ ആക്കണം എന്നാലേ ഞങ്ങൾ വരുള്ളൂ എന്ന്. പുള്ളിയുടെ തന്നെ ഐഡിയ, പുള്ളിയുടെ തന്നെ കൺസെപ്റ്റ്, പുള്ളി തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചാണ് കാര്യങ്ങൾ. അത് മൊത്തം കൊളായി കഴിഞ്ഞപ്പോ കുറ്റം മൊത്തം നാട്ടുകാർക്ക് ഉള്ളാലേ. എനിക്ക് ഇഷ്ടമായി. ഞാൻ നിങ്ങളുടെ വലിയ ഫാനായിട്ട് പറയുമ്പോ ഇനി എല്ലാ ലൈവും കുത്തിയിരുന്ന് കാണണം. എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. നാട്ടുകാർക്ക് തന്നെ ഇപ്പൊ അവസ്ഥ. പക്ഷെ നാട്ടുകാർ കരയുന്നില്ല, ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാനടക്കമുള്ള എല്ലാരും. യോ ആയിരക്കണക്കിന് പേരൊക്കെയാണ് കൂട്ടം കൂടി ഇതിനെപ്പറ്റി
കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അത് ഞാൻ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രശ്നമൊന്നും ആർക്കും ഇല്ലായിരുന്നു. ആര് പറഞ്ഞ്? ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മിസ്റ്റർ മൃണാൾ. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ എത്ര ലക്ഷക്കണക്കിന് റെസ്റ്റോറന്റുകൾ തുടങ്ങുന്നു, പൂട്ടുന്നു, സക്സസ് ആയിട്ട് പോകുന്നു. എത്ര യൂട്യൂബേഴ്സ്, എത്ര ആൾക്കാർ അതിനെ കുറിച്ച് കുറ്റം പറയാൻ പറ്റുന്നുണ്ട്. ഒന്ന് പറ. നിങ്ങൾ സ്വയം ഇരുന്ന് ചിന്തിച്ചു നോക്കി ഈ മണ്ടത്തരമൊക്കെ ഇവിടെ ഒന്ന് പറയുമ്പോൾ. നിങ്ങൾ പറഞ്ഞ ശരിയാ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ശരിയാ നിങ്ങൾ മണ്ടനാന്നുള്ളത്. ആ നിങ്ങൾ തന്നെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. നന്ദിയുണ്ട് ജനങ്ങൾക്ക് ഇത് ഒരൊറ്റ ലൈവിൽ കൂടി മനസ്സിലാക്കി കൊടുത്തതിൽ. എനിക്ക് തന്നെ അറിയാവുന്ന എന്തൊക്കെ വഴികളുണ്ടെന്നറിയോ? ഭക്ഷണം എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് കലക്കി നാട്ടുകാർക്ക് കൊടുത്തിട്ട് പൈസ മേടിച്ച് പെട്ടിയിലിടാൻ പറ്റുന്ന എന്തൊക്കെ വഴികൾ എനിക്ക് തന്നെ, ഞാൻ തന്നെ നേരിട്ട് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള എന്തൊക്കെ വഴികളുണ്ട്. അതും ചെയ്ത് ആ പൈസ എടുത്ത് സമാധാനമായിട്ട് ഞാനായാലും ഇൻവെസ്റ്റ് ചെയ്തവരായാലും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വായി തോന്നിയത് കലക്കി തന്നെ തിന്നാൻ വേണ്ടി പട്ടികളല്ല ഇരിക്കുന്നേ, ഞങ്ങൾ ജനങ്ങളാണ്. ആയി ശരി. ഇയാള് പറഞ്ഞു വെച്ചാൽ ഇയാൾക്ക് തന്നെ 100 വഴികൾ അറിയാം. അപ്പൊ ഈ 100 എന്തെങ്കിലും കലക്കി കൊടുക്കുന്ന വഴികളാണോ റെസ്റ്റോറന്റ് കൺസൾട്ടന്റ് ആയിട്ട് ഇത്രയും നാൾ ഓരോ റെസ്റ്റോറന്റിന് പറഞ്ഞു കൊടുത്തത്? അതും പറഞ്ഞത് എന്തായാലും നന്നായിട്ട് ജനങ്ങൾക്കൊന്നും മനസ്സിലായല്ലോ. അയ്യോ, താങ്കൾ ഏതൊക്കെ റെസ്റ്റോറന്റ് കൺസൾട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അവിടെയൊക്കെ നമുക്കൊക്കെ ഒന്ന് പോയി നോക്കാറുണ്ട് എങ്ങനെയുണ്ട് എന്താ അവസ്ഥ എന്നുള്ളത്. അല്ലെ നിങ്ങൾ തന്നെ ഓരോന്ന് പറഞ്ഞു നോക്കുക. എടോ നിങ്ങളുടെ ഇത്രയും നാളുടെ കരിയർ, നിങ്ങളുടെ ഒരു വാല്യൂ, നിങ്ങളുടെ ഒരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഇതൊക്കെ നിങ്ങൾ ഈ ലൈവിൽ വന്നിരുന്ന് നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? പ്ലീസ് മിസ്റ്റർ മൃണാൾ, കാര്യം പണ്ട് നിങ്ങളുടെയൊക്കെ നല്ല കുറെ വീഡിയോസ് കണ്ടിട്ടുള്ളതുകൊണ്ടാ പറയണേ. നിങ്ങൾ ഒന്നില്ല ഈ റെസ്റ്റോറന്റ് പരിപാടി നിങ്ങളെ കൊണ്ട് പറ്റൂലെങ്കിൽ നിർത്ത്. നിങ്ങൾ തന്നെ പറഞ്ഞ പറ്റൂല മണ്ടത്തിനോ നിർത്തിക്കോ, എന്താ കുഴപ്പം, അടിച്ചു കൂട്ടിപ്പൊക്കോ. എന്നിട്ട് പഴയ ബ്ലോഗായിട്ട് ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതുപോലെ ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണാൻ. ഞാൻ ഉള്ള കാര്യം പറയാം, ഇയാൾ ഫുഡ് കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ കാണാൻ ഇച്ചിരി രസം പറഞ്ഞിട്ടാ, കണ്ണൊക്കെ തള്ളിയിട്ട് ഇങ്ങനെ ഒരു സാധനം. അതൊക്കെ മതി മിസ്റ്റർ, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണോ? ഞങ്ങളിപ്പോൾ ഒരു 1-2 മാസമായിട്ട് ഗ്ലാസ് ജാറുകളിലാണ് ഡെലിവറിയും ടേക്ക് അവേയും ഫുഡ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വലിയൊരു ഗ്ലാസ് ജാറിന് 10-40 ചില്ലറ രൂപ വിലയുണ്ട്. അതിന് GST അതിൻ്റെ മുകളിൽ, അത് GST 18% എങ്ങാനുമാണ് ഗ്ലാസ് ജാറിന്. സോ മേ ബി 50 രൂപയുടെ മേലെ വരുമായിരിക്കും. ഏറ്റവും ചെറിയ ഗ്ലാസ് ജാറിന് പോലും 15-20 രൂപ വിലയുണ്ട്. ഈക്കോ ഫ്രണ്ട്ലി ആക്കാൻ നടക്കുക. മറ്റേ ഐ മീൻ എന്തൊരു പൊട്ടനല്ലേ. ഇയാള് വന്നിട്ട് ഈ പൊട്ടനാണ് മണ്ടനാണ് മറ്റേതാന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതിന് അത് ഓക്കെ, നമ്മളെല്ലാരും സമ്മതിച്ചു തന്നേക്കണത്. ഇനി അതിന് ഒരു മാറ്റവും വേണ്ട. ഇവിടെ താൻ ഗ്ലാസ്സിലോ പാളയിലോ മൺചട്ടിയിലോ കൊണ്ട് കൊടുക്ക്. ഇതിനൊക്കെ ആര് വന്ന് കുറ്റം പറഞ്ഞെന്ന് പറയണേ? അതിന് അത്രയാണ് ഇതാണ്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അറിയിക്കണം, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണം, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയിക്കണം. അതിന്റെ അകത്ത് ബുദ്ധിപൂർവ്വം കളിച്ച ഒരു കളിയാണിത്. ഞാൻ മണ്ടനാണ്, ഞാൻ പൊട്ടനാണ്, ഞാൻ നഷ്ടത്തിലാണ്. അതിൽ പോയല്ല. ഇത് ബുദ്ധിപൂർവ്വം അല്ല, ഇത് ബുദ്ധിശൂന്യതയാണ് ഈ കാണിച്ചു വെച്ചാണ് മൊത്തം. സത്യം പറയാം, ലോക മണ്ടത്തരം പോയി. അതാണ് ഞാൻ പറഞ്ഞ കള്ളക്കുറുകൻ. ഒരു പൊട്ടൻ അല്ലേ? കയ്യിലെ കാശും വിശ്വസിച്ച് കൂടെ നിന്നവരെയും നിന്നവരുടെ പണവും അധ്വാനവും സമയവും ഒക്കെ വേസ്റ്റ് ആക്കാൻ നടക്കുന്ന, ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ സമ്പാദ്യം വേസ്റ്റ് ആക്കാൻ നടക്കുന്ന മരം മണ്ടൻ. എന്റെ ദൈവമേ, കൂടെ നിന്നവരെയും പറ്റിച്ച് അവരുടെയും കാശ് കളഞ്ഞു പുള്ളി തന്നെ പറഞ്ഞത്. ഇയാളുടെ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ള കാശും കൊണ്ട് രക്ഷപ്പെട്ടോ. നിങ്ങക്ക് കൂടെ ഒക്കെ നിൽക്കാതിരിക്കാതെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ പുള്ളി തന്നെ വന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളി എല്ലാരും പറ്റിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ കിടന്ന് സ്വന്തം കുറ്റങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് വില കളയണ ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അഭിമാനിക്കാം മിസ്റ്റർ മൃണാൾ, നിങ്ങൾക്ക് അഭിമാനിക്കാം. തേങ്ങ അരച്ച കറി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എൻ്റെ അമ്മ, എൻ്റെ ഭാര്യയുടെ അമ്മ, ഇവരൊക്കെ വരുന്നു. അവര് നാട്ടിൽ 100 പണികളുള്ള ആൾക്കാരാണ്. നിർബന്ധിച്ച് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിക്കുന്നു ഷെഫുമാരെ. തോരൻ വെക്കാൻ ക്യാബേജ് പോലുള്ള വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കരുത്. പിന്നെ വാഴപ്പൂ ഉപയോഗിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. ഇന്നും വളരെ അപൂർവമായിട്ട് ക്യാബേജ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഒരു തേങ്ങയ്ക്ക് 60 രൂപ ഉണ്ടായിരുന്ന കാലത്ത് എന്നോട് എത്രയോ പേര് ചോദിച്ചു ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് അറിയുന്നത്. താൻ എന്തിനാണ് ഈ എല്ലാ കറിയിലും തേങ്ങ അരക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? സമ്മതിക്കൂല. പൊട്ടനാണല്ലോ, മരമണ്ടൻ. എനിക്കറിയില്ലായിരുന്നു ഇത് ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ വ്യാപ്തിയും വലുപ്പവും.
ഒരു പിടിയും കിട്ടിയില്ല. ഒരു പിടിയും കിട്ടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എണ്ണ മില്ലിന്ന് സോഴ്സ് ചെയ്യണമെന്ന് വാശി പിടിച്ചിട്ട് മാർക്കറ്റിൽ വെളിച്ചെണ്ണ എന്ന് എഴുതി കിട്ടുന്ന പാക്കറ്റുകളുടെ ഇരട്ടി കൂടുതൽ കൊടുത്തിട്ടൊക്കെ. എന്റെ പൊന്നടാവേ, തേങ്ങ അരച്ച കറി മാത്രം കൊടുക്കുള്ളൂ എന്ന നിർബന്ധത്തില് അതാരെ അമ്മയുടെ ഭാര്യയുടെ ആരണ്ടിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു ഷെഫുമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഹോട്ടലിൽ ഇത്ര നാളുണ്ടായിരുന്ന ഷെഫുമാരൊന്നും ട്രെയിൻഡ് അല്ലേ, എക്സ്പീരിയൻസ്ഡ് അല്ലേ? വഴി കൂടി പോണവരെയൊക്കെ പിടിച്ചുകൊണ്ട് നിർത്തിയതാണ്. കാര്യം ഇവരെ വിളിച്ച് പഠിപ്പിക്കും. ഷെഫുമാരെന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മാസം ഇതുപോലത്തെ ഫുഡിൽ ഉൾപ്പെടെ നമ്മുടെ നാടൻ ഫുഡിൽ ഉൾപ്പെടെ ട്രെയിൻഡ് ആയിരിക്കും. അങ്ങനെയുള്ളവരല്ലേ മൃണാൾ വെക്കുള്ളൂ. ആ സമയത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ പറയാ, ഇന്റർവ്യൂ എടുക്കലും മറ്റേതും സെലക്ഷനൊക്കെ അല്ലായിരുന്നു. അപ്പൊ അത്ര പോലും അറിവില്ലാത്തവരാണ് അവിടെ കൊണ്ട് നിർത്തിയത്. അവിടുത്തെ ഷെഫ്മാരൊക്കെ ഇത് കാണണ്ടോ കേൾക്കണ്ടോ എനിക്കറിയാൻ പാടില്ല. കാണണ്ടെങ്കിൽ നിങ്ങളെ വരെ വില കുറച്ച് കണ്ടിട്ട് അയാള്. അയാളുടെ അമ്മൂമ്മേനെയും ഭാര്യയുടെ അമ്മേനെയും ആരണ്ടിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചു കൊടുത്തതെന്നാണ് ഈ പറയണേ. പിന്നെന്താണ് ക്യാബേജ് വല്ല പറഞ്ഞ മോശം സാധനമാണോ? എടോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഈ ക്യാബേജ് എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പല ഹോട്ടലുകളിലും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു തോരനായിട്ട് കൊടുക്കുന്ന തോരനായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണത്. അത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അത് മോശം രീതിയിൽ എന്ത് സാധനം നല്ല രീതിയിൽ മോശം രീതിയിൽ ഉണ്ടാക്കാം. നല്ല രീതിയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയ ഈവൻ സദ്യക്ക് ഒരു സാധനം ഇല്ലാത്ത സദ്യയുള്ള എല്ലാ സദ്യയിലും സാധനം കോമൺ ആയിട്ട് ഉണ്ടാകും ക്യാബേജിന്റെ തോരൻ. അതൊക്കെ ഇത്ര വില കുറഞ്ഞ സാധനമാണ് താങ്കൾക്ക്. അത് വിളമ്പിന്ന് വെച്ചിപ്പോ എന്താ കുഴപ്പം? എന്തൊരു മനുഷ്യനാണോ? പിന്നെന്ത് മില്ലിന്ന് ആട്ടിയ എണ്ണ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പോഴും ഇവിടെ അടുത്ത് കടയുണ്ട്. അവിടെ നിന്ന് എണ്ണ ലൂസായിട്ട് വാങ്ങാൻ കിട്ടും. മില്ല് തന്നെ. അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കും നമ്മള്. വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഒരു കുഴപ്പമില്ല. എത്രയോ കടകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, ഇയാളുടെ അടുത്ത് ഇതൊക്കെ ആരെയും യൂസ് ചെയ്യണം നിർബന്ധം പറയാം. താങ്കൾ തന്നെ ഉണ്ടാക്കി വെച്ച കൺസെപ്റ്റ്, താങ്കൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ പ്രശ്നങ്ങളുണ്ട്, മറ്റേതാണെന്ന് മറച്ചാന്ന് പറഞ്ഞ് താങ്കൾ തന്നെ ഒന്നും പറയുന്നത്, താങ്കൾ മണ്ടനാന്നും പറയുന്നത്. എന്തൊന്നത്? ഡ്യൂഡ്, യു ഓസം. മോശം എന്നല്ല കേട്ടോ പറഞ്ഞത്, മോശം എന്നാണ്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഞാനെന്തിനു മണ്ടന? ഞാനെന്തിനു ഈ ചാവാൻ നടക്കുന്ന ഈ മറ്റേ ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കുക, മറ്റേ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, മറ്റത് മറിച്ചത്, അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കുക. എന്തിന്? പറ്റാവുന്നത്രയും മലയാളികൾ മാത്രമേ ജോലിക്ക് വെക്കുള്ളൂ എന്ന് വാശി പിടിക്കുക. എന്ത് കാര്യത്തിന്? അതിന്റെ പകുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരെയൊക്കെ പണിക്ക് കിട്ടും? പാവോടെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ അവരെ വീണ്ടും വില കുറച്ച് കണ്ട് ഇത്രയും കാശ് കൊടുത്ത് നിങ്ങളെയൊക്കെ അവിടെ നിർത്തുന്നത് വെറുതെ എന്നാണ് പുള്ളി പറയണത്. ഇത്രയും കാലം നിങ്ങൾ എത്ര പേര് അവിടെ പണിയെടുത്തിട്ടുണ്ട്. അതിന് പകരം എന്തോ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് നിർത്തിയ പുള്ളിക്ക് അതിൽ ലാഭമായിരുന്നു. പുള്ളി എന്നെ പറഞ്ഞു വെച്ചാൽ ഇനി അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാണം കെട്ട് നിൽക്കല്ലേ. ഇയാള് തന്നെ നിങ്ങൾ അത്രയും വില കുറച്ചാ കണ്ടേക്കണത്. ഇത് സ്ക്രിപ്റ്റഡ് ആന്നൊക്കെ ഒന്നും പറയില്ല. ഇത് അങ്ങനെയാണെന്നെ ഉള്ള വിലയെ കൂടി പോകും. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും നല്ല സ്ഥലത്ത് നിങ്ങളുടെ കരിയറിന് പറ്റിയ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാൻ നോക്ക്. കാര്യം ഇയാൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളെ മോശപ്പെടുത്തി ഒരുമാതിരി നിങ്ങളെ തരം താഴ്ത്തിയ രീതിയിലാണ് പറയണേ. ഫുഡ് കഴിക്കാൻ വന്ന ആൾക്കാരെ തരം താഴ്ത്തി എല്ലാം. പുള്ളിക്ക് പറ്റൂല ഈ പരിപാടി. ഇത് പുള്ളി തന്നെ പറഞ്ഞ് മൊത്തം ഫെയിലിയർ ആണ്, മൊത്തം മണ്ടനാന്നൊക്കെ. എന്നാ പിന്നെ മിസ്റ്റർ മൃണാൾ നിങ്ങൾ അടച്ചു കൂട്ടി പോക്കാ നല്ലത്. അതാവുമ്പോ പിന്നെ ആൾക്കാർക്ക് രാത്രിയാകുമ്പോൾ വന്നിട്ട് നിങ്ങളുടെ ലൈവിൽ അവരാതം കണ്ടവരുമില്ല. എന്ത് കാര്യത്തിൽ? പ്ലീസ് പഴയ വ്ലോഗായിട്ട് തിരിച്ചു പോവാ. അത് മതി. റെസ്റ്റോറന്റ് ഒന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല. നമുക്ക് മനസ്സിലായില്ലേ? നിർത്തിക്കോ.